ഫ്രണ്ട്സ്, നമുക്ക് എൽ ഡി സിയിൽ ഐ ടി ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. കോഴിക്കോട് എൽ ഡി സിയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പം ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ്. കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏത്? അപ്പൊ ഇതിൽ നമുക്കറിയാം ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഹെഡ്ഫോൺ ഉണ്ട്, അതുപോലെ തന്നെ സ്പീക്കർ, സൗണ്ട് കാർഡ്, മൈക്രോഫോൺ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് വരിക എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് അറിയണം എന്താണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ ഔട്ട്പുട്ട് ലഭ്യമാക്കുന്ന ഉപകരണങ്ങളെയാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ നമുക്ക് തരുന്ന വിവരങ്ങൾ, ആ ഒരു വിവരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്നുള്ളത് നമ്മൾ അവിടെ പഠിച്ചു വെക്കണം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? മോണിറ്റർ ആണ്. മോണിറ്ററിന് വേറൊരു പേരുണ്ട്, അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. വീഡിയോ, ചിലപ്പോൾ നമുക്ക് പൂർണ്ണരൂപം ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കൊണ്ടോ, പൂർണ്ണരൂപം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ വീഡിയോന്റെ ഒക്കെ പൂർണ്ണരൂപം ചോദിക്കാം. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. ഇത് മോണിറ്റർ ആണ്. മോണിറ്ററിന് പറയുന്ന മറ്റൊരു പേരാണ് വീഡിയോ. വീഡിയോയുടെ പൂർണ്ണരൂപം ഓർത്തു വെക്കുക, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. അപ്പം ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ് നമ്മൾ പറഞ്ഞത്. മറ്റെന്തൊക്കെയാണുള്ളത്? പ്രിന്റർ എന്താണ്? ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. അതുപോലെ തന്നെ സ്പീക്കർ എന്താണ്? ഔട്ട്പുട്ട് ഉപകരണമാണ്. സൗണ്ട് കാർഡ് എന്താണ്? ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. പ്രൊജക്ടർ, പ്ലോട്ടർ, വീഡിയോ കാർഡ്, ഹെഡ്ഫോൺ, ഇതൊക്കെ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. അപ്പൊ ഒരിക്കൽ കൂടെ പറയാം: മോണിറ്റർ, വീഡിയോ, ഓക്കെ, പിന്നെ പ്രിന്റർ, സ്പീക്കർ, സൗണ്ട് കാർഡ്, പ്രൊജക്ടർ, പ്ലോട്ടർ, വീഡിയോ കാർഡ്, ഹെഡ്ഫോൺ, ഇതൊക്കെ എന്താണ്? ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. ഹെഡ്ഫോൺ നമ്മൾ പറഞ്ഞു, സൗണ്ട് കാർഡ് പറഞ്ഞു, സ്പീക്കർ പറഞ്ഞു. അപ്പൊ ഇതിൽ പറയാത്തത് ഏത് മാത്രമേ ഉള്ളൂ? മൈക്രോഫോൺ ആണ്. അപ്പൊ മൈക്രോഫോൺ എന്തല്ല? ഔട്ട്പുട്ട് ഉപകരണമല്ല. ഇതെന്താണ്? ഒരു ഇൻപുട്ട് ഉപകരണമാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇൻപുട്ട് ഉപകരണങ്ങൾ കൂടെ നമുക്ക് നോക്കിയിട്ട് പോവാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഇങ്ങോട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുമല്ലോ. അപ്പൊ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയാ? ഇൻപുട്ട് എന്ന് പറയാം അല്ലെ. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നാണ്. അപ്പൊ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഉപകരണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ കൂടെ നമുക്ക് നോക്കി വെക്കാം. ഏതൊക്കെയാണ്? കീബോർഡ്, പിന്നെ ലൈറ്റ് പെന്ന്, നമ്മുടെ മൗസ്, ലൈറ്റ് പെന്ന്, പിന്നെ സ്കാനർ, പിന്നെ ജോയ്സ്റ്റിക്ക്, ബാർകോഡ് റീഡർ, ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങളാണ് വരുന്നത്. പിന്നെ ഡിജിറ്റൽ ക്യാമറ, ടച്ച് സ്ക്രീന്, പിന്നെ നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ വരുന്ന മൈക്രോഫോൺ, പിന്നെ OMR എന്ന് പറയും. OMR എന്താണ്? OMR-ന്റെ ഒക്കെ പൂർണ്ണരൂപം പഠിച്ചു വെക്കണേ. OMR എന്താണ്? ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നേഷൻ ആണ്. ആറിന്റെ കാര്യം നോക്കുക, റെക്കഗ്നേഷൻ ആണ്. OMR, ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നേഷൻ. ദെൻ OCR വരും. OCR-ന്റെ പൂർണ്ണരൂപം ഓർത്ത് വെക്കുക. OCR എന്താണ്? ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ. ഓക്കെ, ദെൻ MICR എന്താണ്? മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ ആണ്. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ. ഓക്കെ, അപ്പൊ അതിനൊക്കെ പൂർണ്ണരൂപം ഓർത്ത് വെക്കുക. അപ്പൊ ഇതൊക്കെ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? ഇൻപുട്ട് ഉപകരണങ്ങളാണ്. അപ്പൊ ഇൻപുട്ട് ഉപകരണങ്ങൾ ഒരിക്കൽ കൂടെ പറയാം: കീബോർഡ്, മൗസ്, ലൈറ്റ് പെന്ന്, ജോയ്സ്റ്റിക്ക്, സ്കാനർ, ബാർകോഡ് റീഡർ, ഡിജിറ്റൽ ക്യാമറ, ടച്ച് സ്ക്രീന്, മൈക്രോഫോണ്, പിന്നെ OMR, ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നേഷൻ, OCR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ, ആൻഡ് MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ. ഓക്കെ, നമുക്ക് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് PDF-ന്റെ പൂർണ്ണരൂപമാണ്. എന്താണ് PDF-ന്റെ പൂർണ്ണരൂപം? പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണ് അല്ലെ. പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണ് PDF എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് പൂർണ്ണരൂപങ്ങൾ നമ്മൾ ഓൾറെഡി നോക്കി വെച്ചു. വീഡിയോ എന്താണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. OMR എന്താണ്? ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നേഷൻ ആണ്. OCR ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ ആണ്. MICR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ ആണ്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പഠിച്ചു വെക്കാം. ASCII എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ, ASCII ആണ് വരിക അല്ലെ. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ആണ്. ASCII ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്, എക്സാമിനൊക്കെ ചോദിച്ചതാണ്.
ഓക്കെ. ഇനി BCR എന്താണ്? ബാർകോഡ് റീഡർ ആണ് അല്ലെ. BCR എന്താണ്? ബാർകോഡ് റീഡർ ആണ്. BCR ബാർകോഡ് റീഡർ ആണ്. ബയോസും വളരെയധികം എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ബയോസ് എന്താണ്? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം അല്ലെ. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഇനി COBOL ആണ്. COBOL എന്താണ്? കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. ഇനി CRT എന്താണ്? കാഥോഡ് റേ ട്യൂബ് ആണ്. CRT എന്ന് പറയുമ്പോൾ കാഥോഡ് റേ ട്യൂബ് ആണ്. ഇനി DVD എന്താണ്? ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. ഓക്കെ. HTTP എന്താണ്? HTTP ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. IBM എന്താണ്? IBM ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻസ് ആണ്. IP എന്താണ് വരിക? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. IP എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. LCD എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ് അല്ലെ. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. LED എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ്. LED എന്ന് പറയുമ്പോൾ എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ്. MIPS എന്താണ്? MIPS എന്താണ്? മില്യൺസ് ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ് ആണ്. മില്യൺസ് ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ് ആണ്. ഇനി PROM എന്താണ്? PROM എന്താണ്? PROM ആണ്. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണ്. ROM എന്ന് പറയുമ്പോൾ റീഡ് ഓൺലി മെമ്മറി അല്ലെ. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണ്. URL എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. URL ഇമ്പോർട്ടന്റ് ആണ്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് URL. ഇനി USB എന്താണ്? യൂണിവേഴ്സൽ സീരിയൽ ബസ്. ഓക്കെ. അപ്പൊ URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. USB യൂണിവേഴ്സൽ സീരിയൽ ബസ് ആണ്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട പൂർണ്ണരൂപങ്ങളാണ്. അതെന്തായാലും നോക്കി വെക്കാം. ഓക്കെ. അപ്പൊ ഒന്നുകൂടി നമുക്ക് പറയാം. PDF എന്ന് പറയുമ്പോൾ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണ് പറയുന്നത്. പിന്നെ വീഡിയോ നമ്മൾ പറഞ്ഞു വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. OMR ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ ആണ്. OCR എന്താണ്? അപ്പൊ വീഡിയോ പറഞ്ഞു. OMR പറഞ്ഞു. OCR ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ ആണ്. MICR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ ആണ്. ദെൻ ASCII അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ആണ്. BCR എന്ന് പറയുമ്പോൾ എന്താണ്? ബാർകോഡ് റീഡർ അല്ലെ. ബാർകോഡ് റീഡർ ആണ് BCR. ബയോസ് എന്ന് പറയുമ്പോൾ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആണ്. COBOL കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്. CRT കാഥോഡ് റേ ട്യൂബ്. DVD ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. IBM ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ. IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. ഇനി LED എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ്. MIPS മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ MIPS അല്ലേ പറഞ്ഞത്? MIPS എന്താണ്? മില്യൺസ് ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ് ആണ്. മാറിപ്പോയതാണ്. MIPS മില്യൺസ് ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ് ആണ്. PROM എന്താണ്? പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണ്. URL എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. USB യൂണിവേഴ്സൽ സീരിയൽ ബസ് ആണ്. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത്. ഇവിടെ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏത് എന്നുള്ളതാണ്. അപ്പം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഇടപാട് ഇത് അനുവദനീയമാണ്. ഡിജിറ്റൽ ഫോർമാറ്റിൽ ഔദ്യോഗിക രേഖ സൂക്ഷിക്കുന്നത് ഇതും അനുവദനീയമാണ്. സൈബർ കുറ്റകൃത്യം ചെയ്യുന്നതാണ് അനുവദനീയമല്ലാത്തത്. അപ്പൊ അനുവദനീയമല്ലാത്തത് ഏതാണ്? സൈബർ കുറ്റകൃത്യം ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ IT ആക്ട് 2000 കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു വെക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്ന സൈബർ നിയമം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഈ IT ആക്ട് 2000 ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്ന സൈബർ നിയമം IT ആക്ട് 2000. IT ആക്ട് 2000 പാസ്സാക്കിയത് എപ്പോഴാണ്? 2000 ജൂൺ 9 ആണ്. അപ്പൊ എപ്പോഴാണ്? ജൂൺ
ജൂൺ 9-നാണ് IT ആക്ട് 2000 പാസ്സാക്കിയത്. എന്നാൽ ഇത് നിലവിൽ വന്നത് എപ്പോഴാണ്? 2000 ഒക്ടോബർ 17-നാണ്. ഓക്കെ, അപ്പൊ IT ആക്ട് 2 ഡേറ്റ് ഓർത്ത് വെക്കുക. 2000 ജൂൺ 9-നാണ് പാസ്സാക്കിയത്. എന്നാൽ ഇത് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17-നാണ്. ഇതിൽ നിലവിൽ വരുമ്പോ 13 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. 94 സെക്ഷൻസ് ഉണ്ടായിരുന്നു. 4 പട്ടികകൾ ഉണ്ടായിരുന്നു. നിലവിൽ വരുമ്പോഴാണ് 13 ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു, 94 സെക്ഷനുകൾ ഉണ്ടായിരുന്നു, 4 പട്ടികകൾ ഉണ്ടായിരുന്നു. ഇനി ഇതിൽ ഭേദഗതി വന്നിട്ടുണ്ടോ? ഭേദഗതി വന്നിട്ടുണ്ട്. IT ആക്ട് 2000 ഭേദഗതി ചെയ്ത വർഷം എപ്പോഴാണ്? 2008-ലാണ്. 2008 എന്ത് ചെയ്തിട്ടുണ്ട്? ഭേദഗതി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭേദഗതി ചെയ്തപ്പം ഇതിലൊക്കെ മാറ്റം വന്നു. 13 ചാപ്റ്റർ എന്നുള്ളത് 14 ചാപ്റ്റർ ആയിട്ട് മാറി. ഇനി 94 സെക്ഷൻ എന്നുള്ളത് 124 സെക്ഷൻ ആയിട്ട് മാറി. 4 പട്ടിക കുറയുകയാണ് ചെയ്തത്, 2 പട്ടികയായിട്ട് മാറി. ഓക്കെ, അപ്പം ഭേദഗതിയായി ചെയ്ത ഈ IT ആക്ട് 2008-ലാണ് ഭേദഗതി ചെയ്തത്. പക്ഷെ ഇത് നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27-നാണ്. 2009 ഒക്ടോബർ 27-നാണ്. അപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ IT ആക്ട് 2000 എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്ന സൈബർ നിയമമാണ് IT ആക്ട് 2000. ഇത് പാസ്സാക്കിയത് എപ്പോഴാണ്? 2000 ജൂൺ 9-നാണ് പാസ്സാക്കിയത്. അതുപോലെ തന്നെ ഇത് നിലവിൽ വന്നതാണെങ്കിൽ 2000 ഒക്ടോബർ 17-നാണ്. ആ ഒരു സമയത്ത് ഇതിനകത്തുള്ള ചാപ്റ്റേഴ്സ് എത്രയാണ്? 13 എണ്ണമാണ്. 94 സെക്ഷൻസ് ഉണ്ടായിരുന്നു, 4 പട്ടിക ഉണ്ടായിരുന്നു. അപ്പൊ ഇത് 2008 ഇത് ഭേദഗതി ചെയ്യുന്നു. ആ സമയത്ത് 13 ചാപ്റ്റർ എന്നുള്ളത് 14 ചാപ്റ്റർ ആവുന്നു. സെക്ഷൻസ് 124 ആവുന്നു. 2 പട്ടികയായിട്ട് കുറയുന്നു. ഈ 2008 വന്ന ഭേദഗതി നിലവിൽ വന്ന് 2009 ഒക്ടോബർ 27-നാണ്. 2009 ഒക്ടോബർ 27-നാണ്. സൈബർ നിയമങ്ങള് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതിലാണ്? അവശിഷ്ട അധികാരങ്ങളിലാണ്. അപ്പൊ സൈബർ നിയമങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതിലാണ്? അവശിഷ്ട അധികാരങ്ങളിലാണ്. ഓക്കെ, ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസറിന്റെ ഉദാഹരണം ഏത് എന്നാണ്. അപ്പൊ എന്താണ് ഈ വെബ് ബ്രൗസർ? വെബ് ബ്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ് പേജിൽ നിന്ന് വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു വെബ് പേജിൽ നിന്ന് വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട വെബ് ബ്രൗസർ ഏതുകളൊക്കെയാണ് നമ്മൾ ഓർത്ത് വെക്കണം? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, പിന്നെ മോസില്ല, ഫയർഫോക്സ്, ഒപ്പേറ, ഗൂഗിൾ ക്രോം, പിന്നെ സഫാരി, എപ്പിക്. അപ്പൊ ഇത്രയും വെബ് ബ്രൗസറുകളാണ് പ്രധാനപ്പെട്ടതുള്ളത്. ഒന്നുകൂടെ പറയാം: ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല, ഫയർഫോക്സ്, ഒപ്പേറ, ഗൂഗിൾ ക്രോം, സഫാരി, എപ്പിക്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് അപ്പം ഈ ഒരു വെബ് ബ്രൗസറിന്റെ ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഏതാണ്? സഫാരി ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ സഫാരി എന്ന് പറയുന്ന വെബ് ബ്രൗസർ വികസിപ്പിച്ച കമ്പനി ആപ്പിൾ ആണ്. ഏറ്റവും വേഗത കൂടിയ വേഗത ഏറിയ വെബ് ബ്രൗസർ ചോദിച്ചാൽ ഏതാണ്? അത് സഫാരി ആണ്. ഇനി ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ട്. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ വികസിപ്പിച്ചത് ആരാണ്? മൈക്രോസോഫ്റ്റ് ആണ്. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ വന്നത് 1995-ലാണ്. ഇനി ഗൂഗിളിന്റെ ആണെങ്കിൽ പിന്നെ എന്താണ് വെബ് ബ്രൗസർ ചോദിച്ചാൽ ഏതാണ്? അത് ഗൂഗിൾ ക്രോം ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗൂഗിൾ ക്രോം ആണ്. എല്ലാവരും ഉപയോഗിക്കുന്നല്ലേ ഗൂഗിൾ ക്രോം ആണ്. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ടത് ഒപ്പേറ ഉണ്ട്, ഫയർഫോക്സ്, മോസില്ല, പിന്നെ എപ്പിക് ഇതൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് LDCയിൽ വന്നിരിക്കുന്നത്. അപ്പൊ 5ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഗൂഗിളിന്റെ പുതിയ AI സംവിധാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം ഏതാണ്? ജെമിനി ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം. ഇത് എന്തിന് ബദലായിട്ട് വന്ന ചാറ്റ് GPT ബദലായിട്ട് ഗൂഗിൾ അവതരിപ്പിച്ച ചാറ്റ് ബോട്ട് ആണ് ഈ ജെമിനി എന്ന് പറയുന്നത്. ചാറ്റ് GPTക്ക് ബദലായിട്ട് ഗൂഗിൾ അവതരിപ്പിച്ച ചാറ്റ് ബോട്ട് ആണ് ജെമിനി. ലാംഡ, LAMDA. ഓക്കെ, ലാംഡ എന്ന AI ഭാഷ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ലാംഡ എന്ന് പറയുന്ന AI ഭാഷ അടിസ്ഥാനമാക്കിയിട്ടാണ് ഏത് പ്രവർത്തിക്കുന്നത്? ജെമിനി പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് ആരാണ്? ജോൺ മക്കാർത്തി ആണ്. ജോൺ മക്കാർത്തി ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് ആരാണ്? ജോൺ മക്കാർത്തി ആണ്. ഇനി ലോകത്തിലെ ആദ്യത്തെ AI അധ്യാപിക ചോദിച്ചാൽ ആരാണ്? ബിയാട്രിസ് ആണ്. ആരാണ്? ബിയാട്രിസ്. ലോകത്തിലെ ആദ്യത്തെ AI അധ്യാപിക ആരാണ്? ബിയാട്രിസ് ആണ്. ഓക്കെ, അതൊക്കെ ഓർത്ത് വെക്കാട്ടോ, ബിയാട്രിസ്.
ഇനി ചാറ്റ് ജി പി ടി നിരോധിച്ച ആദ്യ യൂറോപ്യൻ രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. ചാറ്റ് ജി പി ടി നിരോധിച്ച ആദ്യ യൂറോപ്യൻ രാജ്യം ഇറ്റലിയാണ്. ഇറ്റലി. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ്? അത് ഇംഗ്ലണ്ടാണ്. ലോകത്തിലെ ആദ്യ AI ഉച്ചകോടി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടാണ്. ഓക്കെ. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആയ ചാറ്റ് ജി പി ടിയുടെ സൃഷ്ടാവ് ആരാണ്? സാം ഓൾട്ട്മാൻ ആണ്. സാം ഓൾട്ട്മാൻ ആരാണ്? സാം ഓൾട്ട്മാൻ ആണ്. സാം ഓൾട്ട്മാൻ ആണ്. ഓക്കെ. ഇനി ഇതിനകത്തുള്ള ഒരു കോ പൈലറ്റ് ഉണ്ട്. ഈ കോ പൈലറ്റ് എന്താണ്? മൈക്രോസോഫ്റ്റിന്റെ പുതിയ AI സംവിധാനമാണ് കോ പൈലറ്റ്. ഓക്കെ, ഓർത്ത് വെക്കുക. കോ പൈലറ്റ് ആരാണ്? മൈക്രോസോഫ്റ്റിന്റെ പുതിയ AI സംവിധാനമാണ് കോ പൈലറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം ചോദിച്ചാൽ ഏതാ പറയാ? ലക്നൗ. ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം ലക്നൗ ആണ്. ഓക്കെ. അപ്പൊ ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം ഏതാണ്? ജെമിനി ആണ്. ജെമിനി എന്ന് പറയുമ്പോൾ ഇത് ചാറ്റ് ജി പി ടിയുടെ ബദലായിട്ട് ഗൂഗിൾ അവതരിപ്പിച്ച ചാറ്റ് ബോട്ട് ആണ്. ഇനി ഇന്റർനാഷണൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ ജോൺ മക്കാർത്തി ആണ്. ലോകത്തിലെ ആദ്യത്തെ AI അധ്യാപിക ആരാണ്? ബിയാട്രിസ് ആണ്. ചാറ്റ് ജി പി ടി നിരോധിച്ച ആദ്യ യൂറോപ്യൻ രാജ്യം ഇറ്റലി ആണ്. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഇംഗ്ലണ്ട് ആണ്. ഇനി ചാറ്റ് ജി പി ടിയുടെ സൃഷ്ടാവ് സാം ഓൾട്ട്മാൻ ആണ്. കോ പൈലറ്റ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ പുതിയ AI സംവിധാനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം ലക്നൗ ആണ്. ഓക്കെ. അപ്പം കഴിഞ്ഞ LDCയുടെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, താങ്ക് യു.